മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ മദ്യനയം അടുത്ത മാസം പ്രഖ്യാപിക്കും. മദ്യനയത്തിൻ്റെ കരട് തയ്യാറാക്കുന്ന നടപടിക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചു. പുതിയ മദ്യവ്യവസ്ഥയിൽ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കും. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ നിലനിർത്തും. IT കേന്ദ്രങ്ങളിൽ മദ്യശാലകൾ അനുവദിക്കും. CPM-ലെയും മുന്നണിയിലെയും ചർച്ചകൾക്ക് ശേഷമായിരിക്കും മദ്യനയത്തിലെ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ, അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിൽ സംശയത്തിനിടയാക്കുന്ന വ്യവസ്ഥകൾ മദ്യനയത്തിൽ വേണ്ടതില്ല എന്നാണ് എക്സൈസ് വകുപ്പിന്റെ ധാരണ. ഇതനുസരിച്ചാണ് 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന തീരുമാനത്തിലും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്ന കാര്യത്തിലും അനുകൂല തീരുമാനമെടുക്കാൻ സർക്കാർ എക്സൈസ് വകുപ്പ് തയ്യാറാകാത്തത്. ഡിസ്റ്റിലറികളുടെ പ്രവർത്തന ചട്ടങ്ങളിൽ ഇളവ് നൽകണമെന്ന ആവശ്യവും ശക്തമായ സമ്മർദ്ദവും സർക്കാരിന് മുന്നിലുണ്ട്. IT പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായേക്കും. അക്കാര്യത്തിൽ പുതിയ മദ്യനയം സവിശേഷമായ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടതില്ല. കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് വന്ന മദ്യനയത്തിൽ IT ശാലകളിൽ മദ്യശാലകൾ അനുവദിക്കാൻ ധാരണയായിരുന്നു. ആ കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിയതുകൊണ്ടാണ് ആ തീരുമാനം പ്രാവർത്തികമാകാതെ പോയത്. ഇപ്പോൾ പ്രാവർത്തികമാകുന്ന ഘട്ടമായതുകൊണ്ട് ആ കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ പിൻവലിക്കുന്ന കാര്യത്തിലും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്ന കാര്യത്തിലും ഡിസ്റ്റിലറികളുടെ പ്രവർത്തന ചട്ടങ്ങളിൽ ഇളവ് നൽകുന്ന കാര്യത്തിലും അനുകൂല തീരുമാനം ഉണ്ടാകില്ല. പൂർണ്ണമായും വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ മദ്യനയം ഓഗസ്റ്റ് മാസത്തിൽ പുറത്തുവരുന്നത്. മദ്യനയത്തിൻ്റെ കരട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് കടക്കുകയാണ്. മുന്നണിയിലെയും CPM-ലെയും ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ മന്ത്രിസഭയിൽ വെച്ച് അംഗീകരിപ്പിച്ച് പുറത്തിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.